बिहारी जय राधा माधव कुंज बिहारी जय गोपी जना वल्लभा गिरिवरधारी जय गोपी जना वल्लभा गिरिवरधारी यशोदा नंदन व्रज जन रंजना यशोदा नंदन व्रज जन रंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरानिताय जय गौरानिताय गौरानिताय जय गौरानिताय निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तत्सत ഹരേ കൃഷ്ണ. പിന്നെ നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം ശ്ലോകം 14. പതിനഞ്ചില് 14. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാഃ പ്രാണാപാന സമായുക്ത പശ്യാമ്യന്നം ചതുർവിധം അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാഃ പ്രാണാപാന സമായുക്ത പശ്യാമ്യന്നം ചതുർവിധം അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാഃ പ്രാണാപാന സമായുക്ത പശ്യാമ്യന്നം ചതുർവിധം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്നാൽ ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കും. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. ശീല പ്രഭുപാദ് കീച്ച. ആയുർവേദ ശാസ്ത്രപ്രകാരം
ഭക്ഷിക്കുന്നതെന്തും ദഹിപ്പിച്ചു പോരുന്ന ഒരു അഗ്നി നമ്മുടെ ഉദരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ അഗ്നി എരിയുന്നില്ലെങ്കിൽ വിശപ്പുണ്ടായിരിക്കുകയില്ല. ആ അഗ്നി എരിയുമ്പോൾ ദഹനേന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിശപ്പുണ്ടാവുകയുള്ളൂ. ഇത് വേണ്ടും വിധം പ്രവർത്തിക്കാതിരുന്നാൽ ചികിത്സ ആവശ്യമുണ്ട്. എന്തായാലും പരമപുരുഷന്റെ പ്രതിനിധിയാണ് ഈ അഗ്നി. പരമപുരുഷൻ അഥവാ ബ്രഹ്മം ഉദരത്തിനുള്ളിൽ അഗ്നിരൂപിയായി എല്ലാത്തരം ലക്ഷ്യങ്ങളെയും ദഹിപ്പിക്കുന്നു, ഭക്ഷ്യങ്ങളെയും ദഹിപ്പിക്കുന്നുവെന്ന് ബൃഹദരണ ബൃഹദാരണ്യ കോപനിഷത്ത് പറയുന്നുണ്ട്. അയം അഗ്നിർ വൈശ്വാനരോ യോയം അന്ത പുരുഷ ഏനേദം അന്നം വച്യതേ. ആഹാര വസ്തുക്കളെയെല്ലാം ദഹിപ്പിക്കാൻ ഭഗവാൻ സഹായിക്കണമെന്നിരിക്കെ ഭക്ഷണ പ്രക്രിയയിൽ കൂടി ജീവാത്മാവിന് സ്വാതന്ത്ര്യമില്ല. ദഹനക്രിയയ്ക്ക് ഭഗവത് സഹായമില്ലെങ്കിൽ ഭക്ഷിക്കാനാവില്ല. അതുകൊണ്ട് പരമപുരുഷൻ തന്നെ ഭക്ഷ്യങ്ങളെ സൃഷ്ടിക്കുകയും അവയെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കരുണ കൊണ്ടാണ് നമുക്ക് ജീവിതം ആസ്വാദ്യമാകുന്നത്. ശബ്ദാഭ്യോന്ത പ്രതിഷ്ഠ നാച്ച എന്ന വേദാന്ത സൂത്രം സ്ഥിരീകരിക്കുന്നു. ശബ്ദത്തിലും ശരീര അന്തർഭാഗത്തും വായുവിലും ദഹനശക്തി രൂപത്തിൽ ഉദരത്തിലും ഭഗവാൻ വാണരുളുന്നു. ആഹാരദ്രവ്യങ്ങൾ 4 വിധമുണ്ട്: വിഴുങ്ങേണ്ടവ, ചവച്ചിറക്കേണ്ടവ, നക്കി കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കുടിക്കേണ്ടവ എന്നിങ്ങനെ അവയെല്ലാം ദഹിപ്പിക്കുന്ന ദഹനശക്തിയാണ് ഭഗവാൻ. ഓം അച്ഛനത്തമിരന്തസ്യ ജനാഞ്ചലാശലാക്കയാ ചക്ഷുരുന്മേലന സ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാവം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ പുത്ലേ ശ്രീമതേ ശ്രീപതാകസ്വാമി നാമിനി നമാചാര്യഭത്തായ നിതായ കൃപർത്തത ഗൗരഗട താമതായ നഗര ഗ്രാമതാരിണേ നമാവം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ പുത്ലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരി വാൺപിചാരണ വിശ്വസ്വശുനുവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. അപ്പൊ ഇന്നത്തെ 15ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതാഃ പ്രാണാപാന സമായുക്ത വച്ചാമ്യന്നം ചതുർവിധം. അല്ലെ, വൈശ്വാനരോ, അല്ലെ, അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. അപ്പോ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ദഹിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം, അല്ലെ? ഭഗവാന്റെ കരുണ ഇല്ലെങ്കിൽ അത് ദഹിക്കത്തുമില്ല. എല്ലാ ശരീരങ്ങളിലും ഭഗവാനുണ്ട്. ഭഗവാൻ നേരത്തെ ഇതിൽ പറയുന്നുണ്ടായിരുന്നു, മമ ഏവ അംശ, എന്റെ അംശമാണ് ഈ ജീവജാലങ്ങളെല്ലാം. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. പക്ഷേ അവരെല്ലാവരും തന്നെ ഒരു ശരീരം എടുത്തത് കൊണ്ട് അവർക്കൊരിക്കലും സ്വാതന്ത്ര്യമായി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലെ? മനുഷ്യർ വിചാരിക്കും അവരാണ് അവരുടെ ശരീരമൊക്കെ കാത്തു സൂക്ഷിക്കുന്നതെന്ന്. ചുമ്മാ അവർക്കൊന്നിനും സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? എന്റെ കൃപാകടാക്ഷമില്ലാതെ അവർക്ക് ശ്വാസോച്ഛ്വാസം പോലും ചെയ്യാൻ പറ്റില്ല, അല്ലെ? പ്രാണവായുവും അപാനവായും അതിനകത്ത്, അല്ലെ, നമ്മുടെ ശരീരത്തിനകത്ത് പ്രാണവായുവും അപാനവായുവും. നമുക്ക് ഓക്സിജൻ അല്ലെങ്കിൽ വായു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് വായുവിന്റെ ആ ഒരു പ്രഷർ വേണം, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ശരീരങ്ങളിലെ അകത്തേക്ക് ഇടുന്ന എന്തും ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിലും, അല്ലെ, അവിടെ ഒരു ദഹന പ്രക്രിയ നടക്കും. ഇതും ഭഗവാന്റെ സഹായം കൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും, അല്ലെ, നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരിക്കലും അല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഈ ഭാവാർത്ഥത്തില് 4 തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടെന്നാ പറയും. ചവച്ചിറക്കേണ്ടത്, അല്ലെ, വിഴുങ്ങേണ്ടത്, നക്കി കുടിക്കേണ്ടത്, അല്ലെ, അങ്ങനെ 4 ഊറ്റി കുടിക്കേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തിനാ നക്കി കുടിക്കണം, അല്ലെ? മൃഗങ്ങളെല്ലാം അങ്ങനെ നക്കി കുടിക്കണം, നമ്മൾ അങ്ങനെ കുടിക്കണം. നമ്മൾ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? നക്കിയല്ലേ കുടിക്കാം, അല്ലെ? അപ്പോ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പൊ ഈ 4 തരത്തിലുള്ള ആഹാരങ്ങളും ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ സഹായം വേണം? ഭഗവാന്റെ സഹായം വേണം, അല്ലെ? നമുക്ക് ആഹാരം കഴിക്കാം,
പക്ഷെ അത് കഴിഞ്ഞാൽ ഇതങ്ങ് വയറ്റിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെ, അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് സ്വന്തം വിചാരിച്ച് നടക്കുന്ന ഇത് ദഹിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലെ, അതിനുള്ള ചുണ നമുക്കില്ല. അത് അകത്ത് എന്നിട്ട് അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്നതെല്ലാം ആരാണ് ചെയ്യുന്നത്? ഭഗവാനാണ് ചെയ്യുന്നത്. അല്ലെ. ഉം. നമുക്ക് എപ്പോഴെങ്കിലും ഓ ഇതെല്ലാം ദഹിക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരു പ്രാവശ്യം ഒഴിച്ചു. അതെപ്പോഴാണ്? അതൊക്കെ ദഹിക്കാതെ വരുമ്പോഴാണ് നമുക്ക് അതൊക്കെ അറിയാൻ പറ്റുന്നത്, അല്ലേ? ഓ, ദഹിച്ചില്ല. ദഹന ദഹന എന്താണ് ദഹന പ്രക്രിയ നടന്നില്ല, ദഹനക്കേടുണ്ട്. എനിക്ക് വായുവിന്റെ വിഷമമുണ്ട്. അല്ലെ, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, എനിക്ക് വേർക്കുന്നുണ്ട്, എനിക്ക് പനി വരുന്നുണ്ട്. അതെല്ലാം എന്തുകൊണ്ടാണ്? വയറ്റിലെ ദഹന അഗ്നി വർക്ക് ചെയ്യാത്തതുകൊണ്ട്. അപ്പോഴാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് മാത്രമാണ്, അല്ലെ, ഇതെല്ലാം അകത്ത് എന്നിട്ട് ദഹനമൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അല്ലെ, ഭഗവാൻ എന്താണ് തരുന്നത്? ഭഗവാൻ എല്ലാം നമുക്ക് തരും. ഉം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എന്താണ്? ഗോഡ് ഗീവ്സ് ആൻഡ് ഫോർ ഗീവ്. അല്ലെ, ഭഗവാൻ നമുക്ക് തരും. പക്ഷെ നമുക്ക് അതിനുള്ള യാതൊരു നന്ദിയില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ആ, പോട്ടെ, സാരമില്ല, എന്റെ കുഞ്ഞല്ലേ, പോട്ടെ, ഫോർ ഗീവ് ചെയ്യും നമ്മളെ. എന്താണ്? ആ, ശിക്ഷിക്കത്തില്ല. അല്ലെ, കാര്യം പരംപിതാവല്ലേ. നമ്മളോട് സ്നേഹവാത്സല്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് കാരുണ്യം മാത്രമേ ഉള്ളൂ. മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ, അച്ഛനൊന്നും തോന്നില്ല. അല്ലെ, നമ്മളാണെങ്കിലും തിരിഞ്ഞു നോക്കത്തില്ല. ഇതൊക്കെ നമ്മളാണ് ചെയ്തതെന്നുള്ള ചുണയിലാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ ഭഗവാൻ ഇതെല്ലാം തന്നിട്ട് നമ്മൾ തിരിച്ചൊന്നും കൊടുത്തില്ലേലും ഭഗവാൻ അങ്ങ് മറക്കും. അല്ലെ, ഫോർഗീവ്, നമ്മളോട് ക്ഷമിക്കും. പക്ഷെ നമ്മളാണെങ്കിലോ, നമുക്കെല്ലാം കിട്ടും. അല്ല, ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? വി ഗെറ്റ് ആൻഡ് ഫോർഗെറ്റ്സ്. രണ്ടിലും ഗെറ്റ് ഉണ്ട്. വി ഗെറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്ന് പറഞ്ഞാല് നമ്മളിതെല്ലാം വാങ്ങും, എല്ലാം വാങ്ങിയിട്ട് മറക്കും. അല്ലെ, ഒരു നന്ദിയില്ല. അല്ലെ, 24 മണിക്കൂർ നമുക്ക് തന്നിട്ടുണ്ട്. ഭഗവാനാ തന്നത്, അല്ലെ? ആരാ തന്നത്? ഭഗവാനാണ് നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസം തന്നത്. അതിലൊരു 2 മണിക്കൂർ ചെലവഴിച്ചുകൂടെ? ഞാൻ ഇവിടെ ഈ സത്സംഗത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് അല്ല പറയും. നിങ്ങൾ എല്ലാവരും വളരെ പരമഭക്തരാണ്. അതുകൊണ്ടാണ് രാവിലെ 3:30-കൊക്കെ എണീറ്റ് ഈ സത്സംഗത്തില് എന്താണ് പങ്കെടുക്കുന്നത്. വളരെ 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 നല്ല ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാന് വേണ്ടി നമ്മൾ എല്ലാവരും കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അല്ലാത്ത ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലെ, 24 മണിക്കൂർ തന്നതില് ഒരു 2 മണിക്കൂർ നമുക്ക് തിരിച്ചു ഭഗവാന് കൊടുത്തൂടെ? അല്ലെ? അത്രയും സമയം 2 മണിക്കൂറെങ്കിലും നമുക്ക് ഇരുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് ഭഗവാന് നാമം ജപിച്ചു കഴിഞ്ഞാൽ അതാണ് ഗ്ലോറിഫിക്കേഷൻ. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വിളിച്ചാൽ വിളി കേൾക്കണം. ആ രീതിയിൽ വേണം നമ്മൾ വിളിക്കാൻ. അല്ലെ, ഒരു കൊച്ചുകുട്ടി പാലിന് കരയുന്നത് പോലെ വേണം നമ്മള് ജപിക്കാനെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അല്ലെ? ഏഹ് അമ്മ അടുക്കളയിൽ നിൽക്കുമ്പോ കുഞ്ഞവിടെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കും. അമ്മ മൈൻഡ് ചെയ്യില്ല. കാര്യം എന്താണ്? അമ്മയ്ക്ക് അറിയാം അത് വെറുതെ ബഹളം ഉണ്ടാക്കും. നേരെ മറിച്ച് വിശന്ന് പാലിന് വേണ്ടി വിളിക്കുകയാണെങ്കിലോ അപ്പൊ തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, അമ്മ ഓടി വന്ന് അതിന് പാല് കൊടുക്കും. ആ രീതിയിൽ അപ്പൊ ആ പാലിന് എങ്ങനെയാണോ കുഞ്ഞ് കരയുന്നത്, ആ രീതിയിൽ വേണം നമ്മള് ഭഗവാന്റെ നാമം ജപിക്കാനെന്നാണ് പറയുന്നത്. അല്ലേ? അപ്പോ ഈ ശരീരത്തിനകത്തുള്ള ഫങ്ഷൻ ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മള് ചിലപ്പോ ഈ ആഹാരം ഉള്ളിലോട്ട് കൊടുക്കും. അപ്പോഴും വിചാരിക്കുന്ന ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ആഹാരം. എവിടെ? ഒന്നുമേ അല്ല. എല്ലാം ഭഗവാൻ തന്നതാണ്. നമ്മളായിട്ട് ഒരു കാര്യം പോലും ഈ ഭൂലോകത്ത് ഉണ്ടാക്കുന്നില്ല. എല്ലാം ഭഗവാൻ തന്നത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു നന്ദിയില്ലാതെ. അല്ലെ? ഭഗവാനെ കുറിച്ച് ഓർക്കണ്ടേ നമ്മൾ? ഭഗവാനെ, എനിക്കിന്ന് ഈ ഭക്ഷണം തന്നതിൽ നന്ദിയുണ്ട് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പറയണമെന്നാണ് പറയുക. അല്ലെ? നമ്മൾ എന്തിനാ ആഹാരം ഇടുന്നത്? അത് നമ്മളെ ശരീരം നിലനിർത്താൻ വേണ്ടിയാ, പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയാ. അല്ലേ? ഏഹ് പക്ഷേ അതുകൊണ്ട് അത് ദഹിച്ചു കിട്ടോ? ഒരിക്കലും ഇല്ല. ഭഗവാൻ വിചാരിച്ചാലേ അത് ദഹിച്ചു കിട്ടുള്ളൂ. ഭഗവാൻ ആ ജഡരാജ്ഞിയായിട്ട് ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ദഹിച്ചു കിട്ടുള്ളൂ. എന്നാണോ ആ ജഡരാജ്ഞി വർക്ക് ചെയ്യാത്തത്, അന്ന് നമ്മുടെ വയറൊക്കെ കൊണ്ട് പെരുവി ഗ്യാസൊക്കെ വന്ന് തലവേദന വന്ന് പനി വന്ന് ആകെ കുളമാവും. അല്ലെ, ആകെ വിഷമോ, ആകെ വിമിഷ്ടമായിരിക്കും. അല്ലെ, ചിലര് പറയും, ഓ, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ ഓ, ഈ എന്താണ് ദഹിപ്പിക്കാനുള്ള ഒരു അഗ്നി, അതിന് വേറൊരു ദേവതയോ? ഏയ്, അതൊന്നും അല്ല, ചുമ്മാ പറയുന്നതാണ് എന്ന് പറയും. അല്ലേ?
നമുക്ക് എപ്പോഴാണോ ഇത് വയറ്റിനകത്തോട്ട് പോകുന്നതൊക്കെ ദഹിക്കാത്തത്, അന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും, ഇല്ലല്ലോ ഭഗവാൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെ? നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് അങ്ങ് ദഹിപ്പിച്ചെടുക്കാം. നമ്മൾ റിസർച്ചേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ ആലോചിച്ചു, അല്ലെ? അവരുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അവരുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ഒത്തിരി മെഷീൻസ് വേണ്ടി വന്നു. ഒരു മുറിക്കകത്തൊന്നും കൊണ്ടില്ല ഒരാളുടെ ശരീരം, അല്ല, ആഹാരം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്, എടുക്കാനായിട്ട്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ അതുപോലെ ആവാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോ ഒരു 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 മെഷീനല്ല, പല മെഷീൻസ് വേണ്ടി വന്നു, ഒരുപാട് സ്ഥലം വേണ്ടി വന്നു. എന്നിട്ടോ അതിങ്ങനെ ദൂരെ 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 ഇരുന്ന് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ പോയി. അത്രയും മെഷീൻസ് വേണ്ടി വന്നു, അല്ലെ? ഒരു ഫാക്ടറി, ഒരു ചെയിൻ ഓഫ് ഫാക്ടറി തന്നെ വേണ്ടി വന്നു. എന്നിട്ടാണ് അവർക്ക് ഒരു അല്പം എന്താണ് ആഹാരം അവർക്ക് ദഹിപ്പിക്കാൻ പറ്റിയത്. എന്നിട്ടോ അതിനകത്തുനിന്ന് ബ്ലഡ് ഒന്നും വന്നില്ല. നമ്മുടെ ശരീരത്തിൽ അകത്തോട്ട് ചെല്ലുന്നതൊക്കെ രക്തമായി മാറുകയല്ലേ, അല്ലേ? ബ്ലഡ് ഒന്നും വന്നില്ല ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം, അല്ലേ? അപ്പൊ ഇത് ആരാണ് ചെയ്യുന്നത്? ഉം? ആർക്കും അറിയത്തില്ല. നമ്മൾ എന്താ വിചാരിക്കണം, അതൊക്കെ അങ്ങ് സാധാരണ അങ്ങ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഒരിക്കലും അല്ല. ഭഗവാൻ വിചാരിക്കാതെ നമുക്ക് ഈ കണ്ണ് പോലും ചിമ്മാൻ പറ്റത്തില്ല. രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഈ കണ്ണ് ചിമ്മണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. നമ്മൾ വിചാരിക്കും നമ്മളെ ചുണ കൊണ്ടാണ് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചു തുറന്നത്. ഒരിക്കലും അല്ല. ഒരു പുൽക്കൊടി പോലും ഇവിടെ അനങ്ങണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കടാക്ഷം വേണം, അല്ലെ? നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമുക്ക ഫങ്ഷൻസും നമ്മുടെ കൺട്രോളിലേ അല്ല. അതൊക്കെ അങ്ങനെ നടക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഇങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടാണോ ശ്വാസം വിടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലേ? ഏഹ് നമ്മൾ എപ്പോഴും അതൊക്കെ അങ്ങനെ നടക്കുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടാണോ കൺപീല ഇങ്ങനെ, കൺപോളകൾ ഇങ്ങനെ അടയും തുറക്കുകയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുകയാണ്. അതിനൊക്കെ ആരാ സഹായിക്കുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് സഹായിക്കുന്നത്, അല്ലെ? ഒത്തിരി ഇൻവോളണ്ടറി ഓപ്പറേഷൻസ് ഉണ്ട്. ഉം. നമ്മുടെ ഹൃദയം ഇരിക്കുന്നു, അല്ലെ? നമ്മളെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ഇതെല്ലാം സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുക. എന്നാണോ ഭഗവാൻ ഇനി ശ്വാസം വിടണ്ടെന്ന് വിചാരിക്കുന്നത്, അന്ന് വരെ നമുക്ക് ശ്വാസം വിടാൻ പറ്റും. എന്നാണോ ഭഗവാൻ അങ്ങനെ വിചാരിച്ചത്, അന്ന് തൊട്ട് നമുക്ക് ശ്വാസം വിടാനും പറ്റത്തില്ല. അതായത് ഒന്നും തന്നെ നമ്മുടെ കൺട്രോളിലല്ല എന്നർത്ഥം. എന്നിട്ടാണ് നമ്മൾ ഇത്രയും അഹങ്കരിക്കുന്നത്. ഞാൻ ഒന്നൊന്നര പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് നടക്കല്ലേ, അല്ലെ? ഇപ്പൊ ഒരാൾ മരിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുത്ത് നമുക്ക് വെന്റിലേറ്ററിൽ ഇടാം, അല്ലെ? ആ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് കുറേ മരിച്ചവരെ അവർ വെന്റിലേറ്ററിൽ പിടിച്ചിട്ടു. എന്നിട്ട് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ പറയും, അയ്യോ രക്ഷയില്ല കേട്ടോ, നീ കൊണ്ടുപോക്കോളം പറയും. എന്താണ്? അവർക്ക് 5-6 ദിവസത്തെ വാടകയും അല്ല മെഷീന്റെ പൈസയും എല്ലാം വാങ്ങിക്കാമല്ലോ. അതാണ് ഇപ്പോഴത്തെ ബിസിനസ്, മെഡിക്കൽ ബിസിനസ്, അല്ലേ? അപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വെന്റിലേറ്ററിൽ ഇടാവുന്നല്ലാതെ, ഭഗവാന്റെ കടാക്ഷമില്ലാതെ ഒരാളുടെയും നമുക്ക് ജീവിതം നീട്ടിക്കൊടുക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പൊ ആരെങ്കിലും അങ്ങനെ നീട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആരാ ചെയ്യുന്നത്? ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു, ഭഗവാനാണ് അത് ആഗ്രഹമൊക്കെ സാധിച്ചു തരുന്നത്, അല്ലെ? ഇതൊന്നും ചാൻസ് ആയിട്ട് നടത്തുന്നതല്ല. അങ്ങനെ അങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല. ഇതെല്ലാം നടക്കാനായിട്ട് പുറകിലൊരാൾ ആരാണ്? ഇപ്പൊ നമ്മുടെ ഈ ദേഹമാശ്രിത, നമ്മുടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ ദേഹമാശ്രിത, അതായത് ഈ ശരീരം കംപ്ലീറ്റ്ലി മുഴുവനായും ഭഗവാന്റെ ആശ്രയത്തിലാണ് ഇരിക്കുന്നതെന്ന് അർത്ഥം. അല്ലെ? അപ്പൊ ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. നമ്മൾക്ക് ഓരോ നിമിഷവും ഭഗവാനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും ഭഗവാൻ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ, അല്ലെ? നമ്മൾ എപ്പോഴും ഭഗവാന്റെ കയ്യിലാണ് ഇങ്ങനെ ഉറങ്ങുന്നത്. നമ്മൾ അറിയുന്നില്ല അത്. നമ്മൾ ഭഗവാന്റെ കയ്യിലാണ്, ഭഗവാൻ ഇങ്ങനെ 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 താങ്ങി പിടിച്ചിരിക്കുകയാണ്, നമ്മൾ അറിയുന്നതില്ല. നമ്മളെല്ലാരും വിചാരിക്കുന്നത് ഇതെല്ലാം എന്റെ ചുണ കൊണ്ടാണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ഭഗവാന്റെ എന്താണ് ആ കാൽപ്പാദത്തിൽ അർപ്പിച്ചിരിക്കണം നമ്മൾ, അല്ലെ? ഓരോ നിമിഷവും നമ്മൾ ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെ? കഴിഞ്ഞ നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റി, എനിക്ക് ശ്വാസം വിടാൻ പറ്റി, എന്റെ എന്താണ് ഉള്ളിലുള്ള അഗ്നിയെ എന്താണ് അഗ്നി കൊണ്ട് എല്ലാം ദഹിപ്പിക്കാൻ പറ്റി, രാവിലെ എണീറ്റപ്പോ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഭഗവാനെ നന്ദിയുണ്ട് എന്ന് പറയാം. കാരണം
ഭഗവാന്റെ ക്രിയേഷൻ അല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. രാവണൻ രാമായണത്തില് രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയപ്പോ ഏഹ് സീത മാതാജിയുടെ മുഖത്തോട്ട് നോക്കിയപ്പോ രാവണൻ വിചാരിച്ചത് എന്താണ്? ഏഹ് രാവണൻ ഈശ്വര വിശ്വാസിയല്ല, പക്ഷെ അദ്ദേഹം പോലും വിചാരിച്ചത് എന്താണ്? ഏഹ് ഈ ഒരു ക്രിയേറ്റർ ഇത്രയും സൗന്ദര്യമായിട്ട് ഇത് ഏത് ക്രിയേറ്ററാണ് ഉണ്ടാക്കിയത്? പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നത് ആ ക്രിയേറ്റർ വേറെ ആരെയും ഇതുപോലെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ക്രിയേഷൻ ഒക്കെ നിർത്തിയെന്നാണ് രാവണന് തോന്നിയത്. അത്രയും സൗന്ദര്യമാണ് സീതാമാതാജിക്ക്, അല്ലെ? അപ്പൊ ആ അസുരനായ രാക്ഷസനായ രാവണന് പോലും തോന്നി, അല്ലെ, ഇതിന്റെ പുറകില് ഒരു ക്രിയേറ്റർ ഉണ്ട്, അല്ലെ? കഴിഞ്ഞ ശ്ലോകത്തില്, നമ്മുടെ 13ാമത്തെ ശ്ലോകത്തില് എന്താണ്? ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപ്പൂകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എന്റെ എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. കണ്ടോ, അവിടെയും ഭഗവാൻ വെറുതെ ഇരിക്കുന്നില്ല. ഭഗവാൻ ഭയങ്കര ജോലിയാണ്. എന്തൊക്കെ ജോലികളാണെന്നറിയാം. ഏഹ് ഓരോ ഗ്രഹത്തിലും ഇങ്ങനെ നമ്മൾ തൂങ്ങി കിടക്കല്ലേ, എല്ലാം വായുവിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക ഗ്രഹം. ഇതൊക്കെ ആരാ താങ്ങി പിടിച്ചിരിക്കണേ? ഭഗവാനാണ് താങ്ങി പിടിച്ചിരിക്കുന്നത്. എല്ലാ ഗ്രഹത്തിനകത്തും അദ്ദേഹമാണ്. എന്റെ ശക്തി കൊണ്ട് ഭ്രമണപുരത്തിൽ നിറഞ്ഞിരുന്നു. നമുക്കത് പറ്റുമോ? നമ്മളെങ്ങനെ അവിടെ എന്തെങ്കിലും വെച്ചിരുന്നാൽ അത് എപ്പോൾ താഴെ വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ വിടുന്ന റോക്കറ്റ് എല്ലാം താഴോട്ട് വന്നുകൊണ്ടിരിക്കണം, അല്ലേ? ഉം. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരും. അപ്പോ അദ്ദേഹം ചന്ദ്രനായി ഇല്ല എങ്കിൽ, ചന്ദ്രനും ആരാണ്? ഭഗവാന്റെ ശക്തിയാണ്. ചന്ദ്രനായിട്ടില്ല എങ്കിൽ നമ്മുടെ സസ്യങ്ങൾക്കൊന്നും ജീവരസം കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങളൊന്നും വളരില്ല, അല്ല അതിലൊന്നും പോഷകാഹാരം ഉണ്ടാവില്ല എന്നർത്ഥം, അല്ലെ? ആ കഴിഞ്ഞ ശ്ലോകത്തില് എന്താണ് ഇപ്പോ ഗലീലിയോ ഒരു ശാസ്ത്രജ്ഞനാണ്. ഐൻസ്റ്റീൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവരെല്ലാവരും അങ്ങനെ, എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഈശ്വര വിരോധികളല്ല. ഈ ഗലീലിയോ, ഐൻസ്റ്റീൻ അവരൊക്കെ ഭയങ്കര ഈശ്വര വിശ്വാസികളായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അവരൊന്നും ഈശ്വര വിശ്വാസികളല്ലെന്നാ. ഒരു ദിവസം ഗലീലിയോ എന്താ ചെയ്ത വെച്ചാല്, ഗലീലിയോ ഈ സോളാർ സിസ്റ്റം, അല്ലെ, ഏഹ് അത് അദ്ദേഹം ഒരു ഒരു മോഡൽ ഉണ്ടാക്കി. സ്വന്തമായിട്ട് അദ്ദേഹം ഈ സോളാർ സിസ്റ്റം പഠിച്ചിട്ട് അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി. അദ്ദേഹത്തിന് അറിയാമല്ലോ, ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ, അല്ലെ? അദ്ദേഹം ആ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. ആ ശാസ്ത്രജ്ഞൻ കുറച്ചു കഴിഞ്ഞപ്പോ വന്നു. അദ്ദേഹം നിരീശ്വരവാദിയാണ്. അത് മറ്റേ കൂട്ടത്തിലുള്ളതാണ്. അല്ലെ? ഗലീലിയോ പോലെയല്ല, മനുഷ്യനെ പോലെയല്ല. അപ്പോ ഇദ്ദേഹം വന്നപ്പോ, ഓ, വളരെ നന്നായിരിക്കണല്ലോ, വെരി ഗുഡ്, ഇത് ആരാ ഉണ്ടാക്കിയത്, നല്ല രസമുണ്ടല്ലോ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പൊ നേരത്തെ കാണാത്ത ഞങ്ങൾ ഇന്നലെ വന്നു. നമ്മുടെ വള്ളിക്കിഴി വരെ പോകുമ്പോ ചവിട്ട വരും. ഇന്നലെ രണ്ടുപേരെ ഉള്ളായിരുന്നു. ആണോ? ആഹാ. മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്യോ, അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം കേൾക്കും. ശരി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആ അപ്പൊ എന്താണ്, എന്റെ സ്ലോ പോയി. അപ്പോ ഗലീലിയോ പറഞ്ഞു, ഇല്ല ഇല്ല, ഇത് തന്നെത്താനെ ഉണ്ടായതാണ്. ഗലീലിയോ അങ്ങേരെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്, മറ്റേ ശാസ്ത്രജ്ഞന്. അപ്പൊ അദ്ദേഹം മറ്റേ ശാസ്ത്രജ്ഞൻ എന്താ ചോദിച്ചത്? ഇത് ആരാ ഉണ്ടാക്കിയത്, നന്നായിരിക്കണല്ലോ, വളരെ ഭംഗിയായിരിക്കണല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഗലീലിയോ പറഞ്ഞു, ഏയ്, ഇതാരും ഉണ്ടാക്കിയതിൽ സ്വന്തമായിട്ട് അങ്ങനെ ഇത് വന്നതാണ്, ആരും ഉണ്ടാക്കിയതല്ലോ. ശരി. അത് ആ ശാസ്ത്രജ്ഞന് സമ്മതിക്കാൻ പറ്റിയില്ല. ശരി, ആരും ഉണ്ടാക്കാതെ ഇത് വരത്തില്ല, അല്ലെ? വളരെ ഭംഗിയായിരിക്കണം, ആരുണ്ടാക്കിയാലും വളരെ അപ്രീസിയേഷൻ. കാര്യം എന്താണ്, അത് വളരെ വളരെ ഒറിജിനൽ പോലെ ഉണ്ട്, അതുപോലെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായില്ല, അല്ലെ? അദ്ദേഹം സമ്മതിച്ചില്ല ഇത് ഒരു തന്നെത്താനെ ഉണ്ടായതാണ്. അപ്പൊ ഗലീലിയോ ചോദിച്ചു, ശരി, ഇപ്പൊ ഈ ഒരു ചെറിയ ഒരു മോഡലിന്റെ പുറകിൽ ഒരാളുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നു, അല്ലെ? യെസ്, ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഉണ്ടാക്കാതെ ഇത് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ മുകളിലുള്ള ആ സോളാർ സിസ്റ്റം ആരുണ്ടാക്കി? അപ്പോഴാണ് മറ്റേ ശാസ്ത്രജ്ഞന് എന്താണ് ലഡ്ഡു പൊട്ടിയത്. അപ്പോഴാണ് വിചാരിച്ചത്, ഇയാൾ എനിക്കിട്ട് താങ്ങിയതാണല്ലേ എന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ആ സോളാർ സിസ്റ്റത്തിന്റെ ആ മുകളിലുള്ള ആ താങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ താഴെ വീഴാതെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന ആ സോളാർ സിസ്റ്റത്തിന് അതിന്റെ പുറകിലെ ഒരു ക്രിയേറ്റർ ഉണ്ട്, അതാണ് ഈശ്വരൻ എന്ന് ഗലീലിയോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അല്ലെ? അദ്ദേഹത്തിന് പിന്നെ വാറക്കാൻ പറ്റിയില്ല, മറ്റേ ശാസ്ത്രജ്ഞൻ. കാര്യം എന്താണ്? വേറെ ഉത്തരവില്ല. ഇവിടെ താഴെ ഇരിക്കുന്ന ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിലുള്ളതിന് ഒരു ക്രിയേറ്റർ ഉണ്ടാവും. അതേ സമ്മതിച്ചേ പറ്റുള്ളൂ. ആ രീതിയിൽ ഗലീലിയോ പറഞ്ഞു അടച്ചോളൂ, അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ള ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉം.
അപ്പോ ആ, ഇവിടെ എന്താണ് രാവണന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ രാവണൻ പറഞ്ഞത് എന്താണ് ഈ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കാനുള്ളത് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഇന്ദ്രിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും ഉണ്ടാക്കിയത് ആരാണ്? ക്രിയേറ്റ് ചെയ്തത് ഭഗവാൻ തന്നെയാണ് അല്ലെ. നോക്കണം. ഇവിടെ ഒരു കാര്യവും ഭഗവാൻ അറിയാതെ നടക്കുന്നില്ല. എല്ലാ കാര്യത്തിലും ഭഗവാന്റെ ആ ഒരു അംശമുണ്ട്. നമ്മൾക്ക് 24 മണിക്കൂറും തികയത്തില്ല നന്ദി പറഞ്ഞു. ഇത്രയും നന്ദി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെ. അങ്ങനെയുള്ളവരോട് ഒന്ന് ജപിക്കാൻ പറഞ്ഞാൽ അവർ പറയും എനിക്ക് ജിമ്മിൽ പോകണം, എനിക്ക് ഡാൻസ് പഠിക്കാൻ പോകണം, എനിക്ക് കരാട്ടെ പഠിക്കാൻ പോകണം, അല്ലെ എനിക്ക് ട്യൂഷൻ ഉണ്ട്, എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് കോളേജിൽ പോകണം. ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ എന്നാൽ പോലും ഇതെല്ലാം സാധിച്ചാൽ പോലും നമുക്ക് ഒരു 2 മണിക്കൂർ ഭഗവാന് വേണ്ടി ഒരു ദിവസം ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ചെലവഴിക്കാൻ പറ്റും അല്ലെ. നമ്മൾ മൊബൈൽ നോക്കുന്ന പകുതി സമയം മതി നമുക്കൊരു ഭഗവാന്റെ 16 റൗണ്ട് ജപിക്കാൻ അല്ലെ. എന്തുമാത്രം സമയമാണ് നമ്മൾ വൃഥാ കളയുന്നതെന്ന് അറിയാം. നമ്മൾ ഓരോ ദിവസവും വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വി ആർ നോട്ട് യൂസിങ് ദ ടൈം എഫക്റ്റീവ്ലി. കാര്യം എന്താണ്? നമ്മൾ കുറേ സമയം വെറുതെ പാഴാക്കി കളയും. പ്രഭുപാദരൊക്കെ ഇതൊക്കെ നമുക്ക് തരാൻ വേണ്ടി 1-2 മണിക്കൂറാണ് ആകെപ്പാടെ ഉറങ്ങിയിട്ടുള്ളത് 24 മണിക്കൂറിൽ. 22 മണിക്കൂറിലും അദ്ദേഹം കൃഷ്ണാപുര സർവീസ് ചെയ്യുമായിരുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അദ്ദേഹത്തിന് വേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹം മിണ്ടാതെ അവിടെ ആ വൃന്ദാവനത്തിൽ സൂക്ഷിച്ചിങ്ങനെ ഇരിക്കാൻ അല്ലെ. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. നമുക്ക് വേണ്ടി, പരിതാത്മാക്കളായിട്ടുള്ള നമുക്ക് വേണ്ടി അദ്ദേഹം അത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി ത്യാഗം ഭഗവാന് വേണ്ടി സഹിച്ചൂടെ? നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് ഉദാഹരണമാക്കി തരുവാണ് അല്ലെ. ഏഹ് അപ്പോ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത് ഭഗവാൻ തരണം. നമുക്ക് എന്തെങ്കിലും ആസ്വദിക്കണമെങ്കിൽ അതും ഭഗവാൻ തരണം. ഈ ആസ്വദിച്ച് അതങ്ങളുടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കണമെങ്കിലും ആര് തരണം? ആര് വിചാരിക്കണം? ഭഗവാൻ വിചാരിക്കണം. അപ്പൊ നമ്മളെ കൊണ്ട് എന്തിന് കൊള്ളാം അല്ലേ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇന്നത്തെ ശ്ലോകത്തില് ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഭഗവാൻ കൃഷ്ണൻ ഏതൊക്കെ തരത്തിലാണ് നമ്മെ എല്ലാ ദിവസവും നാം പോലും അറിയാതെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ വയറ്റിലേക്ക് പോകുന്ന ആഹാര സാധനങ്ങൾ എല്ലാം ദഹിപ്പിക്കുന്നത് അഗ്നി, അതും ഭഗവാനാണ് അല്ലെ. ജഡരാഗ്നി എന്ന് പറയും. ആ അഗ്നി ആരാണ്? ഭഗവാനാണ്. ആ ജഡരാഗ്നി ഭഗവാൻ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ആ ജഡരാഗ്നി തീരും അല്ലെ. ജഡരാഗ്നി തീർന്നു കഴിഞ്ഞാൽ ഒന്നും ദഹിക്കത്തില്ല. ദഹിക്കാതിരുന്നാൽ നമുക്ക് വിശപ്പുണ്ടാവില്ല, നമുക്ക് അസുഖം പിടിക്കും, ആകെ പ്രശ്നമാകും അല്ലെ. നമ്മൾ പ്രസാദം ആസ്വദിക്കുന്നു, ചവയ്ക്കുന്നു, ഇറക്കുന്നു അല്ലെ. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. നമ്മൾ കണ്ടിട്ടുമില്ല എന്താ സംഭവിക്കണം. നമ്മൾ അതെങ്ങനെയാണ് ദഹിച്ച് കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറില്ല അല്ലെ. നമ്മൾ അങ്ങനെയൊന്നും വെറുതെ സമയം കളയത്തില്ല ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അല്ലെ. ഏഹ് ഓക്കെ. അതെങ്ങനെയാണ് ദഹിച്ചു കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറില്ല. ആ ദഹന പ്രക്രിയ, ഈ അഗ്നി അല്പം കുറഞ്ഞാൽ നമുക്ക് വിശക്കില്ല. നമുക്ക് വിശക്കുന്ന നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഈ അഗ്നി നന്നായി വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം അല്ലെ. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, മനസ്സിനൊരു ഇച്ചിരി വിഷമം വന്നാൽ അല്ലെ, നമുക്ക് പിന്നെ വിശക്കില്ല. വിശക്കോ? ഇല്ല അല്ലെ. ആരെങ്കിലും എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കഴിച്ചോളൂ, എനിക്ക് ഒരു വിശപ്പും ഇല്ല എന്ന് പറയും. കാര്യം എന്താണ്? മനസ്സിന്റെ ഒരു പ്രയാസം. അപ്പം ചെറുതായിട്ട് മനസ്സൊന്ന് പ്രയാസപ്പെട്ടപ്പോൾ അതെ അവിടെ പ്രശ്നമായി അല്ലെ. നമ്മുടെ ആ ദഹന പ്രക്രിയ നടക്കുന്നത്. മനസ്സിന് വിഷമം വന്നാലും നമുക്ക് വിശക്കില്ല, അതൊരു നല്ല സിംറ്റം അല്ല അല്ലെ. വിശക്കാതിരിക്കുന്നത് നല്ല സിംറ്റം അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ ഡോക്ടറെ അടുത്ത് പോകണം. നമ്മൾ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതുണ്ട്. ഭഗവാൻ നമ്മെ എല്ലാ കാര്യത്തിലും സംരക്ഷിക്കുന്നു, നിലനിർത്തുന്നു, പരിപാലിക്കുന്നു. നമ്മൾ അറിയുന്നില്ല. ഓരോ നിമിഷവും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഭഗവാൻ. ഒരു നിമിഷം പോലും ഭഗവാൻ മാറി നിൽക്കുന്നില്ല. എപ്പോഴാണോ ഭഗവാൻ മാറി നിൽക്കുന്നത് നമ്മൾ സ്വാഹയാവും അല്ലെ. ഒരു നിമിഷം പോലും നമുക്ക് ഭഗവാൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഭഗവത്ഗീതയും വേദാന്ത സൂത്രവും ഉപനിഷത്തും എല്ലാം തന്നെ ഇത് സ്ഥിരീകരിക്കുന്നു. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഭഗവാൻ മുഴുകിയിരിക്കുന്നു അല്ലെ. ഓരോ നിമിഷവും ഭഗവാൻ ഇങ്ങനെ അറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മളെ സംരക്ഷിക്കാനായിട്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഭഗവാൻ ഓരോ ഗ്രഹത്തിലും അല്ലെ ഉൾപൂകി അവയെ ഭഗവാന്റെ ശക്തി കൊണ്ട് ഭ്രമണപരത്തിൽ നിർത്തുന്നു. ഭഗവാൻ തന്നെ ചന്ദ്രനായി വന്ന എല്ലാ സസ്യങ്ങൾക്കും
ജീവരസം പകരുന്നു. അത് കഴിഞ്ഞ ശ്ലോകത്തിലുണ്ട്. അതേ ഭഗവാൻ തന്നെ നമ്മുടെ എല്ലാ പേരുടെയും വയറ്റില് അഗ്നിയായി വന്ന് നാം കഴിക്കുന്നതൊക്കെ ദഹിപ്പിച്ചു തരും. നോക്കണേ ഭഗവാന്റെ ഓരോ ജോലികൾ. ഏഹ് നമ്മളിതെല്ലാം വല്ലതും ആലോചിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഭഗവാൻ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി. നമ്മൾ ഒരു അല്പം പോലും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭഗവാൻ നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. നിരീശ്വരവാദിയായ ഒരാളുടെ വയറ്റിൽ ആ ജവൻ എന്തായിരുന്നാലും എന്നെ ഭജിക്കുന്നില്ല, അതുകൊണ്ട് അവന്റെ വയറ്റിലും തീ വേണ്ട, അഗ്നി വേണ്ട, അവൻ ജീവിക്കണം എന്ന് എപ്പോഴെങ്കിലും ഭഗവാൻ വിചാരിക്കോ? ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അല്ലെ, നമ്മൾ ഭഗവാനെ തൊഴുതാലും ഇല്ലെങ്കിലും, നമസ്കരിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ അത് വളരെ സന്തോഷപൂർവ്വം ചെയ്തുകൊണ്ടേയിരിക്കും. ആരിലും ഒരു വേർതിരിവ്, അല്ലെ, ഒരു പക്ഷാപാതം ഭഗവാൻ വയ്ക്കാറില്ല ആ കാര്യം, അല്ലെ. ഉം. ഒരിക്കല് ഇതിന്റെ ഒരു ഉദാഹരണം നമുക്കിനി പറയാം. എന്താണ്? ഒരിക്കല് അസുര രാജാവ് ആയ ബലി ദേവലോകം കീഴടക്കി. ബലി മഹാരാജന്റെ കഥയൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തലതിരിച്ചാണെന്നുള്ളതേ ഉള്ളൂ, അല്ലെ. ഏഹ് അങ്ങനെയാണ് നമുക്ക് ഓണമൊക്കെ വന്നത്. അദ്ദേഹം വളരെ ശക്തിശാലിയായ രാജാവായിരുന്നു. ദേവലോകത്തുള്ള ദേവന്മാരൊക്കെ ബലിയെ പേടിച്ച് ഓടിപ്പോയി, അല്ലെ. എല്ലാ ദേവന്മാരും ബലിയുടെ നിയന്ത്രണത്തിലായി, അല്ലെ. അപ്പോ ആ ദേവന്മാരുടെ അമ്മ അതിഥി, ഉം. ഈ ദേവന്മാരെ എന്താ നമ്മൾ വിളിക്കുക? ആദിത്യന്മാരെന്ന്, അല്ലെ. അതിഥിയും തിഥിയും. അസുരന്മാരുടെ അമ്മ തിഥി. അപ്പോ അതിഥി എന്ത് ചെയ്തു? ഓടിപ്പോയി നമ്മുടെ അവരുടെ ദേവന്മാരുടെ അവർ രണ്ടുപേരുടെയും ഗുരു ആയ ബ്രഹ്മ എന്താണ് ബൃഹസ്പതി, അല്ലെ, ബൃഹസ്പതിയുടെ അടുത്തേക്ക് ഓടിപ്പോയി, അല്ലെ. എന്നിട്ട് പോയി പറഞ്ഞു, പാവം എന്റെ മോൻ ഇന്ദ്രൻ, അല്ലെ, അവനിവിടെ ഒളിച്ചിരിക്കുവാണ്. എന്റെ മക്കളെല്ലാവരും ഒളിച്ചൊളിച്ചിരിക്കുവാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അവരെ രക്ഷിച്ചേ പറ്റുള്ളൂ. ഇതെനിക്ക് കാണാൻ പറ്റുന്നില്ല, ഞാനൊരു അമ്മയല്ലേ, എനിക്കത് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന്. അപ്പൊ ബൃഹസ്പതി നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോ ബലിയുടെ നല്ല സമയമാണ്, ശുക്രദശയാണ്. നമ്മളിപ്പോ പോയി യുദ്ധം ചെയ്താലും നമ്മൾ ജയിക്കില്ല, ബലി തന്നെ ജയിക്കും. അതുകൊണ്ട് ഇപ്പം മിണ്ടാതിരിക്കുക, കുറച്ച് സമയം കൂടെ കഴിയുമ്പോ ബലിയുടെ സമയം മാറും. ആ സമയം മാറുമ്പോ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞു, അല്ലെ. അപ്പൊ ഇപ്പോ ഓടിപ്പോയി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നോക്കണേ, ദേവന്മാർക്ക് പോലും, ദേവന്മാർക്കും അസുരന്മാർക്കും പോലും നല്ല സമയവും ചീത്ത സമയവും ഉണ്ട്, അല്ലെ. പക്ഷേ നിങ്ങൾ അതുവരെ വെറുതെ ഇരിക്കണ്ട. നിങ്ങൾ പോയിട്ട് ആ പാൽക്കടലിൽ കടയണം. പാൽക്കടയിൽ കണിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് അമൃത് കിട്ടും. ആ അമൃത് സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമരത്വം കിട്ടും എന്ന് ആര് പറഞ്ഞു? ബൃഹസ്പതി പറഞ്ഞു, അല്ലേ. അപ്പോ അവരാലോചിക്കുകയാണ്, ഈ പാൽക്കടലിൽ എങ്ങനെ നമുക്ക് കടയാൻ പറ്റും? ഭയങ്കര വീതിയുള്ള പാൽക്കടൽ, അതെങ്ങനെ സാധിക്കും? ഉം. ഇപ്പൊ ബൃഹസ്പതിയോട് ചോദിച്ചപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, നിങ്ങൾ അതിനൊരു വഴിയാ പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പോയ അസുരന്മാരെ കൂടെ കൂട്ടുപിടിച്ചിട്ട് വാ, അല്ലെ. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ശക്തികളാണ് ദേവന്മാരും അസുരന്മാരും. അവർ രണ്ടിനും കൂടെ ഒരുമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല, അല്ലെ. ഇത്രയും ശക്തിശാലികളാണ്. ലോകം മുഴുവൻ ആയം, അല്ലെ. അസുരനും സുരനും, ദേവന്മാരും എന്താണ് അസുരന്മാരും, അല്ലെ. അപ്പൊ അതെങ്ങനെ സാധിക്കും? നമ്മൾ പോയിട്ട്, അല്ലെ, നിങ്ങൾ പോയിട്ട് എന്താണ് അസുരരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഈ അമൃത തുല്യമായി ഭാഗ്യം എന്നാണ് ആര് പറഞ്ഞത്? ബൃഹസ്പതി പറഞ്ഞത്. ഏഹ് അപ്പൊ ദേവന്മാർ ആലോചിച്ചു, അല്ലേ. അവരുടെ കുബുദ്ധി കൊണ്ട് അവർ ആലോചിക്കാം, നല്ല പരിപാടി, നല്ല ഐഡിയ, അവരെ കൂടെ വിളിക്കാം, കൂട്ടുവിളിക്കാം. എന്നിട്ട് നമുക്ക് ഈ അമൃത് കിട്ടുമ്പോൾ തന്നെ അവരെയൊക്കെ നമുക്ക് ഓട്ടിക്കാം, അല്ലേ. നമുക്ക് അവരെ അടിച്ചോടിച്ചിട്ട് നമുക്കിത് സ്വന്തമായിട്ട് കുടിക്കാം എന്നാണ് ആര് വിചാരിച്ചത്? ദേവന്മാർ വിചാരിച്ചു. അങ്ങനെ അവര് ദേവന്മാരെ, അല്ല, അസുരന്മാരെ സമീപിക്കാൻ സുരന്മാരടുത്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നിങ്ങളും കൂടെ കൂടിയാൽ, നമുക്ക് ഒത്തുചേർന്നാൽ, നമ്മൾ സഹോദരങ്ങളല്ലേ, നമുക്ക് ഒത്തുചേർന്നാൽ ഈ അമൃത് നമുക്ക് കിട്ടും. ഈ അമൃത് കിട്ടിയാൽ നമുക്ക് അമരത്വം കിട്ടും, നമുക്ക് ശക്തി കിട്ടും, നമുക്ക് പിന്നെ വളരെ നല്ലതായിരിക്കും, പിന്നെ നമുക്ക് മരണമേ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഈ അസുരന്മാരെ കുത്തിയിളക്കി പൊക്കി കൊണ്ടു. അപ്പൊ അസുരന്മാരും വിചാരിച്ചു, നല്ല പരിപാടിയാണല്ലോ, അടിപൊളി പദ്ധതിയാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അമൃത് കിട്ടിയിട്ട് ഈ ദേവന്മാരെ അടിച്ചോടിച്ചിട്ട് നമുക്കൊരു സ്വന്തമായിട്ട് കുടിക്കാം, അല്ലെ, നമുക്ക് അമരത്വം കിട്ടും എന്ന് ആര് വിചാരിച്ചു? അസുരന്മാർ വിചാരിച്ചു. എന്തോ ആയിക്കോട്ടെ, അല്ലെ. അവർ രണ്ടുപേരും ഒത്തുചേർന്ന് പാൽക്കടലിൽ വന്നു. പാൽക്കടലില് കടയാനായിട്ട് എന്ത് വേണം?
നമുക്കൊരു ഒരു സാധനം വേണം അല്ലേ? ഏഹ് കടയാനായിട്ട്. അപ്പൊ അതിന് ബൃഹസ്പതി പറഞ്ഞു, നിങ്ങൾ ആ മന്ദാര പർവ്വതത്തിൽ പൊക്കിക്കൊണ്ടുവരാൻ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലെ, ഈ രണ്ട് കൂട്ടർ, രണ്ട് വൻ ശക്തികള് പോയിട്ട് ആ മന്ദാര പർവ്വതത്തെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷെ മന്ദാര പർവ്വതം മൈൻഡ് ചെയ്തില്ല, അനങ്ങിയില്ല. ഇത്രയും ശക്തിശാലികളായിട്ടുള്ള ആൾക്കാരെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അത് എന്താണ്, മന്ദാര പർവ്വതം അനങ്ങിയില്ല. അപ്പൊ ഇവർക്കൊക്കെ വിഷമം വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം പോയി ഭഗവാനോട് പ്രാർത്ഥിക്കും അല്ലെ? അപ്പൊ ഭഗവാൻ വന്നിട്ട് ഭഗവാൻ അത് ഇളക്കി ഈ എന്താണ് ഈ ഈ പാൽക്കടലിൽ കൊണ്ടുവച്ചു കൊടുത്തു. പാൽക്കടലിൽ കൊണ്ടുവച്ചു കൊടുത്തപ്പോൾ ഈ മന്ദാര പർവ്വതം ഇങ്ങനെ ആടാൻ തുടങ്ങി. അതിനെ ഒന്ന് നേരെ നിർത്താനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ മന്ദാര പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി, കയറിയിരുന്നു. അപ്പൊ അത് മിണ്ടാതെ അവിടെ ചഞ്ചലമായിട്ടിരുന്നു അല്ലേ? പിന്നെ കടയാൻ തുടങ്ങുമ്പോൾ, കടയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കയറ് വേണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ വാസുകിയെ പിടിച്ചിട്ട് വരാൻ പറഞ്ഞു അല്ലേ? അപ്പൊ വാസുകിയെ പിടിച്ച് ഇത് കടയാൻ തുടങ്ങി. അപ്പോ ഒരു 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 സംശയം, ഈ തലയിൽ ആര് പിടിക്കും, വാലിൽ ആര് പിടിക്കും? ദേവേന്ദ്രന്മാർ ആദ്യമേ തന്നെ ഈ വാലി പിടിച്ചോണ്ടിരുന്നു അല്ലേ? അപ്പോ ഞങ്ങളൊക്കെ ഭയങ്കര ശക്തിശാലികളാണെന്നുള്ള നിലയിൽ അസുരന്മാർ എന്ത് ചെയ്തു? അതിന്റെ വായില്, അതിന്റെ ഒരുപാട് തലയുണ്ട്, ആ തലയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഒരു ഒരു വൈഷമ്യത ഉണ്ടാവും അല്ലേ? വാസുകിക്കും അതുപോലെ തന്നെ വയറ്റി കിടന്ന തീയെല്ലാം വെളിയിലോട്ട് വന്നു അല്ലേ? നമ്മളെ ജലരാജ്ഞിയൊക്കെ പറഞ്ഞില്ലേ? അതെല്ലാം വെളിയിലോട്ട് വന്നു. കുറേ അസുരന്മാര് ഇപ്പൊ തന്നെ മരിച്ചു അല്ലെ, ഈ അഗ്നി വന്നിട്ട്. ഉം. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇപ്പോ അതിനു മുമ്പേ ഒരു കാര്യം കൂടെ നടന്നു, ഞാൻ പറയാൻ മറന്നു. അതായത് എന്താണ്? അപ്പൊ ഇത് വാസുകിയെ കെട്ടിയപ്പോ തന്നെ ഈ മന്ദാര പർവ്വതം ഇങ്ങനെ ചരിയാൻ തുടങ്ങി. മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഭഗവാൻ ഇരിപ്പുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ചാഞ്ചാടാൻ തുടങ്ങി. അപ്പോ ഭഗവാൻ എളുപ്പം കൂർമ്മ അവതാരമായിട്ട് വന്നിട്ട് ഈ മന്ദാര പർവ്വതത്തിനെ കൂർമ്മത്തിന്റെ മുകളിൽ വെച്ചു. അപ്പൊ മന്ദാര പർവ്വതത്തിന്റെ അടിയിൽ ഭഗവാൻ കൂർമ്മമായിട്ടിരിക്കുന്നു, മുകളിലും ഭഗവാൻ അല്ലെ ആ ബാലൻസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ കടയാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിഷം ഇത് ഈ തീ ചീറ്റിയതും. അത് കഴിഞ്ഞിട്ട് വിഷം വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, പരമശിവനെ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരിക, ഇപ്പൊ ഇവിടെ വിഷം വരും. ആ വിഷം വിഷം ആര് കുടിക്കും? പരമശിവൻ കുടിക്കും. പരമശിവൻ വരികയും അത് കുടിക്കുകയും പാർവതി വന്ന് കയറ്റി പിടിക്കുകയും അല്ലെ? അപ്പോ ഇവിടെ വന്നിട്ട് അല്ലെ, ഭഗവാൻ ശിവന്റെ പരമശിവന്റെ കണ്ടത്തിൽ ആ വിഷം നിൽക്കുകയും അവിടെ ഒരു നീല നിറം വരികയും ചെയ്തു. അങ്ങനെ ഭഗവാൻ ഒരു പേരും കിട്ടി, നീലകണ്ഠൻ. നീലകണ്ഠത്തോടു കൂടിയോ നീലകണ്ഠൻ അല്ലെ? അതൊക്കെ നമുക്ക് ആ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനൊന്ന് ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. അത് കഴിഞ്ഞപ്പോ ഇതിനകത്തുനിന്ന് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ പാൽക്കടലിൽ നിന്ന് കുതിര, ആന, ലക്ഷ്മി ദേവി, അങ്ങനെ പല കാര്യങ്ങളും വന്നു. അതെല്ലാം ഓരോരുത്തര് കൊണ്ടുപോയി അല്ലെ? അവസാനം ധന്വന്തരി മൂർത്തി അമൃതമായിട്ട് വന്നു അല്ലെ? ഇപ്പോഴാണ് ഇവിടെ അടി നടക്കുന്നത്. രണ്ടുപേരും വഴക്കായി, അടിയായി അല്ലെ? അവിടെയും ഭഗവാൻ വരേണ്ടി വന്നു. ആരായിട്ട്? മോഹിനി മൂർത്തിയായിട്ട് വരേണ്ടി വന്നു അല്ലെ? അപ്പോ ഭഗവാൻ മോഹിനി മൂർത്തിയായിട്ട് വരികയും ഈ അസുരന്മാരെ പറ്റിക്കുകയും ദേവന്മാർക്ക് എന്ത് കൊടുത്തു? ഈ അമൃത് കൊടുക്കുകയും ചെയ്തു. അതിനകത്തും അവിടെ ഒരു കഥയുണ്ട്. എന്താണ്? അസുരന്മാരുടെ കൂട്ടത്തിലുള്ള രാഹു, ആ രാഹുവും ഇവരുടെ വേഷം മാറി ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ പോയിരുന്നു. സൂര്യനും ചന്ദ്രനും ഇടയ്ക്കാണ് കയറിയിരുന്നത് അല്ലെ? ഇത് മനസ്സിലാക്കിയ ഭഗവാൻ തൃശൂലമെടുത്ത് അല്ല ചക്രമെടുത്തിട്ട് ഒരൊറ്റ വെട്ട് ബും, രാഹുവിനെ കൊന്നുകളഞ്ഞു. രാഹുവിന്റെ തല ഛേദിച്ച് കളഞ്ഞു അല്ലെ? ആ കഥയൊക്കെ നമുക്ക് അറിയാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് ഒരു നിമിഷം പോലും ഭഗവാൻ ഇല്ലാതെ പറ്റത്തില്ല അല്ലെ? ഈശ്വരനാണെങ്കിലും എന്താണ് അസുരനാണെങ്കിലും, ഇപ്പൊ ദേവന്മാരാണെങ്കിലും അസുരന്മാരാണെങ്കിലും അവർക്ക് പോലും എന്ത് വേണം? ഭഗവാന്റെ സഹായം ഉണ്ടെങ്കിലേ അവർക്ക് ഒരു ദിവസം കഴിയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോ അവർക്ക് പോലും അത് പറ്റുന്ന മനുഷ്യന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? അപ്പോ എന്താണ് ഇവിടെ പറയേണ്ടത്? ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? ദേവന്മാരായാലും അസുരന്മാരായാലും മനുഷ്യരായാലും ആരായാലും അവരൊക്കെ അവരൊക്കെ അവർക്കൊക്കെ സഹായത്തിനെത്തുന്ന ആരാണ്? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലെ? അപ്പൊ അദ്ദേഹം വന്നാലാണ് ഇതെല്ലാം സോൾവ് ആകുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നത്, ഭഗവാൻ കൃഷ്ണന്റെ ലോകത്ത് ഈ ഒരു ഇല പോലും എന്താണ് എന്താണ്
ആ, ഭഗവാന്റെ കരുണയില്ലാതെ അനങ്ങുന്നില്ല. അപ്പൊ ഭഗവാന്റെ കടാക്ഷം, ഭഗവാന്റെ കരുണ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കണം, അല്ലെ? ഓരോ നിമിഷവും നമുക്ക് വേണ്ടി ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ആ ഭഗവാനെ മറക്കാൻ പാടുണ്ടോ? അല്ലെ? ഒരു നിമിഷം പോലും നമ്മൾ ഭഗവാനെ മറക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്തുമാത്രമാണ് ഭഗവാനെ ഓർക്കുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അല്ലെ? ഞാൻ ഈ കഥ പറഞ്ഞത് അവർക്ക് പോലും ഭഗവാൻ ഭഗവാന്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പൊ പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരെയും ഭഗവാൻ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? ഇസ് എ മെയിൻറ്റെയിൻ. അതൊരു എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസമുള്ള കാര്യം. കാരണം ആ, സൃഷ്ടിക്കാൻ എളുപ്പമാണ്, അല്ലെ? കൊല്ലാനും എളുപ്പമാണ്. അതിന്റെ നടുക്കാണ് ഈ മെയിൻ്റനൻസ് വരുന്നത്, അല്ലെ? ആ മെയിൻ്റനൻസ് വളരെ ദുഷ്കരമാണ്. അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഈ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്. വളരെ എളുപ്പമാണോ അത് വളരെ പാടാണോ? അവർക്ക് അത് ഒരു അനുഭവിച്ചറിയുന്നുള്ളതുകൊണ്ട് അവർക്ക് നന്നായിട്ട് പ്രാക്ടിക്കലി അവർക്ക് അറിയാം എന്താണ്. അപ്പൊ ആ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ നിമിഷവും നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സദാ ഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അത് പറയും, അല്ലെ? ഭഗവാനെ വാഴ്ത്തുക, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരുന്നാൽ മതി. ഭഗവാൻ വളരെ സംപ്രീതനാവും, വളരെ തൃപ്തിയാവും, അല്ലെ? അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഓരോ നിമിഷം നമ്മൾ വിചാരിക്കേണ്ടതാണ് ഇത് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും, ഭഗവാൻ എങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യാരേ രേഖോ ധരേ കഹോ കൃഷ്ണ ഉപദേശ്, അല്ലെ? ഭഗവാനെ കുറിച്ചിട്ട് എല്ലാവരോടും ഇങ്ങനെ പ്രചരിപ്പിക്കാം. അവരെ കുറിച്ച്, ഭഗവാനെ കുറിച്ച് എല്ലാവരും അറിയട്ടെ, എല്ലാവരും ഈ സന്തോഷം അനുഭവിക്കട്ടെ, അല്ലെ? നമുക്ക് കിട്ടുന്ന സന്തോഷം അവർക്കും കൂടെ കിട്ടിട്ട് അവർക്കും കൂടെ പങ്കുവയ്ക്കാന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോ നിമിഷവും സംസാരിക്കാൻ. രണ്ട് കാര്യത്തിന് മാത്രമേ നമ്മൾ വാ തുറക്കാവുള്ളൂ. എന്തിനാണ്? ഒന്ന്, പ്രസാദം കഴിക്കാനും. രണ്ടാമത്തത് നിങ്ങളിപ്പോ ചിന്തിച്ച വേറെ എന്തോ അല്ലേ, അതല്ല, അല്ലെ? അത് രണ്ടാമത് എന്താണ്? നമ്മൾ ഭഗവാനെ കുറിച്ചിട്ട് പറയാനും വേണ്ടിയാണ് നമ്മൾ വാ തുറക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വാ തുറക്കാൻ പാടില്ല. നാമാചരിഷ ഹരിദാസ് ഠാക്കൂറെ പോലും, അല്ലേ? അങ്ങനെ ഒത്തിരി 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 ഭക്തന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവരുടെ എല്ലാവരും വാ തുറക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ തന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിലും അങ്ങനെയുണ്ട്. ഞാൻ ഭാനുസ്വാമി മഹാരാജിന്റെ കാര്യം പറഞ്ഞത്, ഇവിടെ നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുക, അല്ലെ? അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് സെർവ് ചെയ്യാനുള്ള ഒരുപാട് അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏഹ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഭഗവാന്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. അതല്ല, നമ്മളിപ്പോ എന്തെങ്കിലും സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കത്തുള്ളൂ, വാ തുറക്കത്തില്ല. കുറച്ചുകൂടെ വെക്കാം, ഇത് കുറച്ചുകൂടെ, ഇത് അതെ, ഇങ്ങനെ കുറച്ചുകൂടെ വേണം, കുറച്ചു, അതുപോലെ മതിയെന്ന് പോലും പറയത്തില്ല. കാര്യം മതി, ആ മുഖം കണ്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വേണം. അതാണ് ഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത്. അവർ വാ തുറക്കണമെങ്കിൽ ഒന്നുകിൽ ഭഗവാനെ കുറിച്ച് പറയാനായിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, പ്രസാദം കഴിക്കാനായിരിക്കും. ആ രീതിയിലേക്ക് നമ്മൾ, ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തണം, അല്ലേ? ഭഗവാനെ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരണം, നമ്മുടെ കണ്ണീർ നിന്ന് അറിയാതെ കണ്ണീര് വരണം. ഉം. കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഭാഗവതം ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിപ്പോ ഓർക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ ഹൊറർ സിനിമ കാണുമായിരുന്നു, അല്ലെ? പേടിപ്പെടുത്തുന്ന സിനിമകൾ കാണും. അന്നൊക്കെ ഒരുപാട് സിനിമകളൊക്കെ വരുമായിരുന്നു നമ്മുടെ കൊച്ചുനാളിലൊക്കെ, അല്ലെ? ഈ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ രാത്രി തിരിച്ച് നടക്കുമ്പോ, അല്ലെ, ഈ പ്രേതം കൂടെ നമ്മളെ കൂടെ വരത്തില്ലേ? ഈ നമ്മൾ ആ സിനിമയിൽ കണ്ട പ്രേതം കൂടെ നമ്മൾ കൂടെ ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു ഇല അനങ്ങിയാൽ ഇത് ആ പ്രേതം അവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മറ്റു കഴിഞ്ഞാൽ നമ്മൾ കൂടെ എപ്പോഴും ഇങ്ങനെ ആ പ്രേതം നടക്കുന്ന പോലെ തോന്നും, അല്ലേ? സ്വാഭാവികമായിട്ട്. കാര്യം അത്ര മുഴുകി ഇരുന്നിട്ടാണ് നമ്മൾ ആ സിനിമ കണ്ടതെന്ന്. നമ്മൾ ഭഗവാനെ വന്ന് കാണുന്നു, ഭഗവാനെ വന്ന് തൊഴുന്നു, അല്ലേ? ഭഗവാനെ അവിടെ, ഭഗവാന്റെ അടുത്ത് ഒരു മണിക്കൂർ ചെലവഴിക്കും. അവിടെ ക്ലാസ് ആയിട്ടും കീർത്തനങ്ങളായിട്ടും ഡാൻസ് ആയിട്ടും ഒക്കെ ചെയ്ത് നമ്മൾ ഒരു മണിക്കൂർ അവിടെ ചെലവഴിച്ചു എന്ന് വെച്ചു. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാര്യം എന്താണ്? നമുക്ക് അത്രയ്ക്കുള്ള ആത്മാർത്ഥതയെ ആ കാര്യത്തിലുള്ളൂ എന്നർത്ഥം. വി ആർ നോട്ട് ഇന്റിമസ്. ആ ഇന്റിമസി ഇല്ല, ഇന്റിമേറ്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും സീരിയസ് അല്ല, മനസ്സിലായത്? നേരെ മറിച്ച് നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന അത്രയും ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ഭഗവാനെ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ വരും. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ, ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലേ? അങ്ങനെ ഇപ്പൊ മറ്റേ പ്രേതം നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇരുന്ന ഭഗവാൻ നമ്മുടെ കൂടെ വരരുത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് നമ്മൾ ആക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. സോ വി ഷുഡ് ബി ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ ലെവൽ. നമ്മൾ അത് ആക്കിയെടുക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല.
പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഉം. സൗദി അറേബ്യയിൽ ഒരു ഭഗവാൻ ഇരിപ്പുണ്ട്. എന്നെങ്കിലും ഒരു ഭക്തൻ ചെല്ലുമ്പോൾ ആ ഭക്തന്റെ കൂടെ വരാനിരിക്കുക. പക്ഷെ സൗദി അറേബ്യയിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരാരും നമ്മളെ ആരെയും അടുപ്പിക്കത്തില്ല. ഒരു ഭക്തനെ ആ ഏരിയയിലും അടുപ്പിക്കത്തില്ല. അവർക്കറിയാം എന്നെങ്കിലും ഈ ഭഗവാന്റെ ആൾക്കാർ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് ഭഗവാൻ അവരുടെ കൂടെ പോകുന്ന അവർക്കറിയാം. അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത്. അപ്പോ ഭഗവാനാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലേ, എന്നാണ് എന്റെ കുഞ്ഞ് എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുക. ഏഹ് അപ്പൊ അതാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സദാ ഹരിയായിട്ടിരിക്കുക, ഭഗവാനെ കുറിച്ച് എപ്പോഴും സ്മരിക്കാൻ ശ്രമിക്കുക. ഭഗവാന്റെ ആനുകൂല്യനെ കൃഷ്ണാനുശീലനമാക്കാൻ ശ്രമിക്കുക. അല്ലേ, നമ്മൾ എന്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഭഗവാന്റെ ഒരു എലിമെന്റ് ഇല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് പറയും. ഉം. നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നത് ഭഗവാന്റെ പ്രസാദം അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറയും. യു ഷുഡ് ട്രൈ ടു ഡിസ്കാർഡ്. നമുക്കത് വേണ്ട, അത് വേണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ വളരെ ശുദ്ധമായിട്ടുള്ള ഭക്തരായിരുന്നു. അല്ലെ, എല്ലാവരും തന്നെ അഭിനവ ഭക്തന്മാരാണ്. അഭിനയിക്കുകയാണ് നമ്മൾ, എന്താണ്, ഭക്തന്മാരാണ്. പക്ഷെ എന്നാണ് നമ്മൾ യഥാർത്ഥ ഭക്തന്മാരാകുന്നത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അത് നമുക്കും ഭഗവാനും മാത്രമേ അറിയാവുള്ളൂ. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും പറ്റിക്കാം, നമ്മൾ ഭയങ്കര ഭക്തന്മാരാണ്. പക്ഷെ ഭഗവാനെ നമുക്കും പറ്റിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ ഭാവഗ്രാഹി ജനാർദ്ദനാണ്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും, എന്ത് ചിന്തയുണ്ടെങ്കിലും, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിലും അതെല്ലാം ആരറിയും? ഭഗവാൻ അറിയും. അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ വളരെ സീരിയസ് ആയിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പൂജിക്കാനും ഭജിക്കാനും കീർത്തനം ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, സൗദി അറേബ്യയിലെ ആ ഭഗവാൻ ഇരിക്കുന്ന കാര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അത് എങ്ങനെ അവര് ഇങ്ങനെ എങ്ങോട്ടോ ഈ ആഭിചാരം ചെയ്ത് കൊണ്ടുപോയി, അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശരിയാണോ? അത് അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. അതൊരു, ശരിക്കും പറഞ്ഞാൽ നമ്മളത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. ഈ റെക്കോർഡൊക്കെ വേറെ ആരെങ്കിലും കേൾക്കണമെങ്കിൽ അത് വലിയ പ്രശ്നമായി വരും.